أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മെ ഈ ഒരു സൂറത്ത്, ഖുർആനിലെ വളരെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽ ഒന്നായ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ തഫ്സീർ പഠന ക്ലാസ്സിലേക്ക് നമ്മളെ എത്തിച്ച് നമ്മളെ അതിന് തിരഞ്ഞെടുത്ത അള്ളാഹുവിന് തന്നെയാണ് സർവ്വസ്തുതിയും, അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ എത്തിയിരിക്കുക, അല്ലെങ്കിൽ ഖുർആനിനെ പറ്റി പഠിക്കുന്ന, അള്ളാഹുവിൻ്റെ കലിമത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ ഖുർആനിനെ പാരായണം ചെയ്യുകയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് ആഴത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സദസ്സുകൾ ഒരുപാട് അനുഗ്രഹമുള്ള ഒന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ നിഅമത്ത് തന്നെയാണത്. എല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമല്ല ഇത്, അള്ളാഹുവിൻ്റെ കലാമിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്. അള്ളാഹു നമ്മെ ഈ ഒരു ദൗത്യത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു മഹത്വത്തോടു കൂടി തന്നെ, ആ ഒരു സീരിയസ്നെസ്സോടു കൂടി തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളെ കാണുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയാൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെന്നും എങ്ങനെ സബർ മനോഹരമായി കൈക്കൊള്ളാൻ കഴിയുമെന്നും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും, ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള മനോഹരമായ പാഠങ്ങളും ഉദാഹരണങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സൂറത്താണ് സൂറ യൂസുഫ്. അതിലെ ആദ്യ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. മുത്തഫഖുൻ അലൈഹി. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ്. അതായത് ഇസ്ലാമിൻ്റെ ഇൽമിൽ, ഇസ്ലാമിൻ്റെ ജ്ഞാനത്തിൽ ഉൾക്കാഴ്ചയും ശരിയായ ധാരണയും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നതും നമ്മുടെ ദീനിലെ ഏറ്റവും വലിയൊരു ഘടകമായ ഖുർആൻ, അല്ലേ? ഏറ്റവും വലിയ തെളിവായ സത്യമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കാനുള്ള ഒരു ദൗത്യമായിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ ദീൻ മനസ്സിലാക്കുന്നത് തന്നെ വളരെ മഹത്തായ ഒരു കർമ്മമാണ്. അതിൽപ്പെട്ടത് തന്നെ ഖുർആനിനെ പഠിക്കുക, ഖുർആൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, അതിന് സമയം ചെലവഴിക്കുന്നത്, അത് ഏറ്റവും മഹത്തരമായൊരു ഇബാദത്ത് തന്നെയാണ്. ഖുർആനിൻ്റെ പഠനം 2 തരമായിട്ട് വരും, അല്ലേ? ഒന്ന്, അതിൻ്റെ പാരായണം, അത് മനഃപ്പാഠമാക്കൽ, അതിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കൽ എങ്ങനെയാണെന്ന് പഠിക്കുക, അതിൻ്റെ അറബിക് അക്ഷരങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ അറബിക് ലിറ്ററേച്ചർ എങ്ങനെയാണ്, ഗ്രാമർ പഠിക്കുക, അതിൻ്റെ ഒരു റെസിറ്റേഷൻ്റെ ശൈലികൾ പഠിക്കുക, തജ്വീദ് പഠിക്കുക. ഇതെല്ലാം ആ ഒരു പാരായണത്തിൽ പെട്ടതാണ്. രണ്ടാമത്തെ വിഭാഗം അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഉദ്ദേശവും ഉള്ളടക്കം എന്താണോ, അള്ളാഹു എന്ത് മെസ്സേജാണോ നമുക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് പൂർണ്ണമായി മനസ്സിലാക്കാനും പഠിക്കുകയും ചെയ്യുന്നതാണ് തഫ്സീർ പഠനം. അതാണ് ഇൻഷാ അള്ളാഹ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ. ആമീൻ. സൂറത്ത് യൂസുഫ്, ഒരു പരിചയം. ഖുർആനിലെ ഏറ്റവും മനോഹരമായ കഥകളിലൊന്നാണ് സൂറത്ത് യൂസുഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ യൂസുഫ് അലൈഹിസ്സലാമയുടെ കഥയിനെ അഹ്സനൽ ഖസസ് എന്നാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം
യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ എല്ലാ ജീവിതഘട്ടങ്ങളും ക്രമപരമായിട്ട് ബാല്യം മുതൽ പ്രവാചകത്വം വരെ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഏക സൂറത്താണ് ഇത്. ഇതിൻ്റെ ഓരോ ഭാഗത്തും സഹനവും വിശ്വാസവും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിലുള്ള ഉറച്ച വിശ്വാസവും പ്രതിഫലിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. സൂറത്ത് യൂസുഫ് ഏറ്റവും ഒരു സുന്ദരമായൊരു കഥയാണ്. എന്നാൽ വിനോദത്തിനായുള്ളൊരു കഥയല്ല. നമ്മൾ ബാക്കിയുള്ള കഥകൾ വായിച്ചറിയുന്ന പോലെ ടൈം പാസിന് വേണ്ടിയിട്ടോ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വായിക്കുന്ന കഥകളല്ല. കാലം കഴിച്ചാൽ മറന്നു പോകുന്ന സംഭവ വിവരവുമല്ല. ഇത് ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന, തകർന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന, പരീക്ഷണങ്ങളിൽപ്പെട്ട ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവഗ്രന്ഥമാണ് അല്ലേ, അള്ളാഹുവിൻ്റെ കലാമാണ്. സൂറത്ത് യൂസുഫ് ഇറങ്ങിയ സമയം ഓർക്കുമ്പോൾ അതിൻ്റെ മഹത്വം കൂടുതൽ വ്യക്തമാകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. നബിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള 2 വ്യക്തികളുടെ മരണം, അപമാനവും പരിഹാസവും പീഡനങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അതെല്ലാം സഹിച്ചുകൊണ്ട് വളരെയധികം മുറിവേറ്റ അവസ്ഥയിൽ ഹൃദയം തളർന്നു നിൽക്കുന്ന, വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അത്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച് നൽകുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കരുത്തും പ്രതീക്ഷയും ആശ്വാസവും ഈമാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആ ഒരു ഉറപ്പും കൂടി നൽകുകയായിരുന്നു. എല്ലാത്തിനുമൊടുവിൽ എത്ര പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ഏതൊക്കെ പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടെന്ന് മനസ്സ് തോന്നിയാലും, ഇനി ഇവിടുന്ന് രക്ഷയില്ല, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, കരകയറുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ പൂർണ്ണ പദ്ധതിയിലുള്ള വിശ്വാസവും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മനോഹരമായ സബർ കൈക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹു തീർച്ചയായിട്ടും ഉന്നതങ്ങളിലേക്ക് തന്നെ അതിനെ എത്തിക്കുമെന്നും വിജയം നൽകുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഓരോ വിശ്വാസികൾക്കും ഈ സൂറത്തിലൂടെ പഠിപ്പിച്ചു നൽകുകയാണ്. ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു തഫ്സീർ യാത്ര അറിവിൻ്റെ യാത്ര മാത്രമായിട്ടല്ല, അതൊരു ഹൃദയങ്ങളുടെ യാത്രയാണെന്ന് തന്നെ പറയാം. ഓരോ ആയത്തിലും നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തും. നമ്മുടെ വേദനകളും സംശയങ്ങളും ചോദ്യങ്ങളും ഈ സൂറത്തിലൂടെ മറുപടി നൽകപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ പഠനത്തെ നമുക്ക് ഹിദായത്തിൻ്റെ കാരണമാക്കട്ടെ. ഹൃദയങ്ങളുടെ കാഠിന്യം അകറ്റി ഖുർആനോട് നമ്മെ കൂടുതൽ ബന്ധിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആൻ തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യൻ കഠിന പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഹൃദയം ദുഃഖത്താൽ ഭാരമുള്ളതാകുമ്പോഴും അവൻ സൂറത്ത് യൂസുഫ് ആവർത്തിച്ചു പാരായണം ചെയ്യട്ടെ. കാരണം ഈ സൂറത്ത് പരീക്ഷണങ്ങളുടെ നടുവിൽ അള്ളാഹുവിൻ്റെ സഹായവും അന്തിമ വിജയവും എങ്ങനെ വരുമെന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ്. മുഫസ്സിരീങ്ങൾ ഇത് പറയുമ്പോൾ ഒരു മന്ത്രം പോലെ, അല്ലെങ്കിൽ അതൊരു പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുക എന്നുള്ളതല്ല അർത്ഥം. ഒരു യാന്ത്രികമായ വായിച്ചാൽ എല്ലാം മാറുമെന്നല്ല അർത്ഥം. മറിച്ച് ഈ സൂറത്ത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും അതിലെ സബറും തവക്കുലും അള്ളാഹുവിൻ്റെ പദ്ധതി എന്നിവയെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് അതിലൂടെ ആശ്വാസം ലഭിക്കുന്നതും നമ്മുടെ ആ വിഷമങ്ങളും നെഗറ്റിവിറ്റിയും എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാവുകയും ചെയ്യുന്നത്. അള്ളാഹു തന്നെ സൂറത്തുർ റഅദിൽ 28-ാമത്തെ ആയത്തിൽ പറയുന്നതായി നമുക്ക് കാണാം, അലാ ബിദിക്രില്ലാഹി
തത്മഇന്നുൽ ഖുലൂബ്. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ശാന്തിയാകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ഹൃദയങ്ങൾ ശാന്തിയാകുന്നു. അതുകൊണ്ട് തന്നെ സൂറത്ത് യൂസുഫിൻ്റെ പാരായണവും അതിൻ്റെ തഫ്സീർ പഠനവും അതിൻ്റെ ആശയങ്ങളും ഉദ്ദേശങ്ങളും ആ കഥ വളരെ മനോഹരമായി വിവരിക്കുന്ന വിവരണവുമെല്ലാം കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പഠിച്ചുകൊണ്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മുത്തുകളെയും പവിഴങ്ങളെയും പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അതിലൂടെ ഇല്ലാതാവുകയും നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുകയും തവക്കലും ഈമാനും ഉറപ്പിക്കുകയും സബർ എങ്ങനെ കൈക്കൊള്ളാം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സൂറത്ത് തന്നെയാണ് സൂറത്ത് യൂസുഫ്. ഈ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ളൊരു തൗഫീഖ് നമുക്ക് നൽകുമെന്നും നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ സൂറത്തിൻ്റെ തഫ്സീർ ക്ലാസ്സിൻ്റെ ആദ്യ ക്ലാസ്സിൻ്റെ പാഠങ്ങളിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തിൻ്റെ തഫ്സീറിലേക്ക് കടക്കുന്നതിന് മുന്നേ സൂറത്ത് യൂസുഫ് നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ. ഒരു വ്യക്തമായ സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ ആയത്തുകളാണ് അവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ. ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ പൂർണ്ണതയും സ്പഷ്ടതയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വചനമാണ് ഈ വചനം. എത്ര ബുദ്ധിയും വിവേകവും കഴിവുമുള്ള ആളുകൾ ഉറ്റാലോചിച്ചാൽ പോലും തത്തുല്യമായ ഒരു ഗ്രന്ഥമോ ഒരു അധ്യായമോ ഒരു ആയത്തോ പോലും കണ്ടെത്താനാവുകയില്ല, കൊണ്ടുവരാനാകുകയില്ല എന്നുള്ള തെളിവും അതിലേക്കുള്ള അവിശ്വാസികളായ മുശ്രിക്കീങ്ങൾക്കുള്ള വെല്ലുവിളി കൂടിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രതിസന്ധിയിലും വ്യക്തത നൽകുന്ന, സത്യത്തെ അസത്യത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് കാണിക്കുന്ന, ഹലാലും ഹറാമിൻ്റെ നിയമങ്ങളും ബാക്കി എല്ലാ നിയമങ്ങളും നമ്മളെ വളരെ ക്ലിയറായി പഠിപ്പിക്കുന്ന, അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവീക ഗ്രന്ഥം, ഒരു മഹത്തായ പൂർണ്ണമായ സ്പഷ്ടമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ഖുർആനിലെ കഥകൾ ഏറ്റവും ഉത്തമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിനെ അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച കഥാവിവരണം അല്ലെങ്കിൽ കഥ. ഒരു സംഭവ ബഹുലമായ ചരിത്രത്തിലെ ഒരു കഥയാണ് സൂറത്ത് യൂസുഫ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും എങ്ങനെ തവക്കുലിലൂടെയും സഹനത്തിലൂടെയും തഖ്വയിലൂടെയും നമ്മൾ നേരിടാം, എങ്ങനെ അതിനെ സമീപിക്കാം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കഥയാണ് സൂറത്ത് യൂസുഫ്. അല്ലെങ്കിൽ ഖുർആനിലെ ഏതൊരു കഥയും, പ്രത്യേകിച്ചും സൂറത്ത് യൂസുഫ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സൂറത്തിൻ്റെ അവസാനം, തഫ്സീറിൻ്റെ അവസാനം നമുക്കൊരു പൂർണ്ണ മുഅ്മിനെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ വ്യക്തിത്വത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പാഠം, സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട്. നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ചീത്ത സ്വപ്നങ്ങൾ ശൈത്താനിൽ നിന്നുള്ളതാണെന്നുമുള്ള വലിയൊരു പാഠമാണ് നമ്മളെ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. സ്വപ്നങ്ങളായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സൂറത്ത്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അത് നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന, നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം അത് വിശദീകരിച്ച് കൊടുക്കാം, അതിൽ തെറ്റില്ല.
എന്നാൽ ദുസ്വപ്നമാണ് കാണുന്നത്, ഒരു ചീത്ത സ്വപ്നമാണ് കാണുന്നതെങ്കിലോ, അനിഷ്ടകരമായിട്ടുള്ള ഏതെങ്കിലും സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അത് ശൈത്താനിൽ നിന്നായിരിക്കുമെന്നും അതിനെ ആരോടും തന്നെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നും ആ കണ്ട സ്വപ്നത്തിൻ്റെ ഷെറിൽ നിന്നും ശൈത്താൻ്റെ ഷെറിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടേണ്ടതും ഉണ്ട്. അത്തരം സ്വപ്നങ്ങൾ, അനിഷ്ടകരമായ സ്വപ്നങ്ങൾ കണ്ടെണീക്കുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 തവണ തുപ്പുകയും അതിലൂടെ ശൈത്താനോടുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട് ഏതൊരു സൈഡിലാണോ കിടന്നുറങ്ങിയിരുന്നത് ആ സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് തിരിഞ്ഞ് മാറിക്കിടക്കുകയും ചെയ്യണമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അനുഗ്രഹങ്ങളെല്ലാം പങ്കുവെക്കേണ്ടതില്ല, ചിലപ്പോൾ അത് സംരക്ഷിക്കുക തന്നെയാണ് ജ്ഞാനം എന്നുള്ള വളരെ വിലപ്പെട്ട ഒരു പാഠം ആണ് 4ാമത്തെ പാഠമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ നീ സംസാരിച്ചു കൊള്ളുക എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാവരോടും അങ്ങനെ പങ്കുവെക്കാൻ കഴിയുകയില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അസൂയയും കണ്ണേറിനുമൊക്കെ ഭയക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം, എന്തെങ്കിലും കെണികൾ ഇതിലൂടെ വന്നേക്കാം, എന്തെങ്കിലും ദോഷം നമുക്കതിൽ നിന്ന് ഉണ്ടായേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മറച്ചു വെക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ വളരെ ചിലർക്ക് മാത്രം, നമുക്ക് അത്രയധികം വിശ്വാസമുള്ളവർക്ക് മാത്രം അത് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല. ചിലരിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ മറച്ചു വെക്കുക തന്നെയാണ് വേണ്ടതും. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ സൂക്ഷ്മതയുടെ ഇമ്പോർട്ടൻസും കൂടി നമുക്ക് ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. 5ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് അസൂയ കുടുംബങ്ങളെയും മനുഷ്യരെയും തന്നെ നശിപ്പിക്കുന്നു. അസൂയ എന്നുള്ളൊരു വികാരം ആർക്കായാലും വരാം അല്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു അസൂയ നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുള്ള വേണ്ട നടപടികൾ നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മൾ അള്ളാഹുവിൽ ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും അവൻ്റെ ഇടപെടലുകളിൽ നിന്നും അവൻ്റെ എല്ലാതരം വസ്വാസുകളിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടണം. അള്ളാഹുവിനോട് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ഹൃദയത്തിൽ നിന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഷെറിനെ നീക്കി തരണേ, അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ ഷെറിനെ തൊട്ടും കാത്തു രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അത് വളരാൻ വിട്ടാലോ അത് നമ്മളെ ഒരു പൂർണ്ണമായി തന്നെ, നമ്മളൊരു മനുഷ്യൻ, നമ്മുടെ ഫുൾ വ്യക്തിത്വത്തിനെ തന്നെ അത് നശിപ്പിച്ച് കളയും. നമ്മളല്ലാതെ തന്നെ ആക്കിയേക്കാം. നമ്മൾ അന്നേരം അസൂയ വളർന്നു കഴിഞ്ഞാൽ അതെല്ലാം പടർന്ന് പന്തലിച്ച് നമുക്ക് ചിന്തിക്കാനും നേരെ ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഒന്നും തന്നെ കഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് അത് നമ്മളെ എത്തിക്കും. സൂറത്ത് യൂസുഫിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും അസൂയ വന്നാൽ സ്വന്തം സഹോദരനെ കൊന്നുകളയാൻ മാത്രം മനുഷ്യനെ അവൻ്റെ ദേഹേച്ഛയും അതിനു പുറമെ പിശാചും അവനെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. യൂസുഫ് അലൈഹിസ്സലാമിനെ കൊന്നുകളയുമെന്ന് അഭിപ്രായപ്പെട്ടത് സ്വന്തം സഹോദരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അതും നബിയായ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട ആൾക്കാർ തന്നെ അല്ലേ? അത്രയും പവിത്രമായ ഒരു വംശാവലി ഉണ്ടായിട്ട് തന്നെ, അത്രയും പവിത്രതയുള്ളൊരു കുടുംബമായിട്ട് തന്നെ അവരിൽ നിന്ന് തന്നെ ഒരാളാണ് അസൂയ മൂലം അവരെ ഹൃദയങ്ങളിൽ അസൂയ പകർന്നു പിടിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയേക്കാം എന്നുള്ള, കൊന്നു കളയേക്കാം എന്നൊരു അഭിപ്രായം വരെ പറയുകയുണ്ടായി. അതിൽ നിന്ന് കുറച്ചുകൂടി നന്മയുള്ള ഒരുവൻ പറയുകയുണ്ടായി, കൊന്നു കളയണ്ട, നമുക്ക് യൂസുഫിനെ കിണറ്റിൽ ഇടാം, കൊല്ലണ്ട എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അസൂയപ്പെട്ടാൽ എന്താ പറ്റുക? അതിൽ നിന്ന് വലിയ ഷർറ്, വലിയ ഫിത്ന അതിൽ നിന്നുണ്ടാകുന്നതാണ്.
അത് കുടുംബങ്ങളെയും ബന്ധങ്ങളെയും വ്യക്തിത്വങ്ങളെയും നമ്മുടെ ഈമാനിനെയും നമ്മുടെ ഓരോ അമലിനെയും തന്നെ ഇല്ലാതാക്കും. ചെറിയൊരു തീപ്പൊരി പോലെ തുടങ്ങുന്ന അസൂയ അതിനെ നമ്മൾ കെടുത്തിയില്ലെങ്കിൽ അത് പടർന്ന് പന്തലിച്ച് ഒരു കാട്ടുതീ പോലെയായി നമ്മുടെ എല്ലാ അമലുകളെയും എല്ലാ ഈമാനിനെയും നമ്മുടെ ഹൃദയങ്ങളെയും വ്യക്തിത്വത്തെയും എല്ലാം നശിപ്പിച്ച് കത്തിച്ചില്ലാതാക്കി കളയും. അതുകൊണ്ട് അതിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. സത്യനിഷ്ഠരായ മാതാപിതാക്കളുടെ പാരമ്പര്യം ധർമ്മനിഷ്ഠരായ മക്കളിൽ പ്രതിഫലിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മാതാപിതാക്കളുടെ മേന്മയും നന്മയും തന്നെയാണ് മക്കളിലൂടെ അത് തുടർന്നു വരുന്നത്, അല്ലെങ്കിൽ മക്കളുടെ മേന്മയും നന്മയും അടിസ്ഥാനമാകുന്നത്. അപ്പോൾ ഈ ഹദീസിൽ ഈ സൂറത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, യൂസുഫ് അലൈഹിസ്സലാമിനെ മാന്യൻ, ഏറ്റവും മനുഷ്യരിൽ ഏറ്റവും മാന്യൻ എന്നാണ് പറയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ഖലീലുള്ളയായ മാന്യനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകനായ, മാന്യനായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ മകനായ, മാന്യനായ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മകനായ മാന്യൻ യൂസുഫ് അലൈഹിസ്സലാം അല്ലേ? യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു നിലനിർത്തി കൊണ്ടുവന്ന ആ ഒരു നന്മ, അനുഗ്രഹം, നിഅമത്തിനെ അള്ളാഹു നിന്നിലൂടെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം വിവരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം മകനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം നല്ല മാതാപിതാക്കളാണെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ ആ നന്മ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. 7ാമത്തെ പോയിന്റ്, മക്കളെ നീതിപൂർവം സമീപിക്കുക. മക്കൾക്കിടയിൽ തുല്യത പാലിക്കൽ അല്ലെങ്കിൽ തുല്യനീതി പാലിക്കൽ. സ്വാഭാവികമായിട്ടും നമുക്ക് ചില മക്കളോട് ഹൃദയത്തിൽ ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടായേക്കാം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോൾ അവർ നമ്മളോട് കൂടുതൽ അനുസരണ കാണിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെറിയ മക്കളായിരിക്കാം. അവരുടെ ആ കുസൃതിയും സ്നേഹവും അവരുടെ സ്നേഹപ്രകടനങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു ചെറിയ ചായ്വ് കൂടുതലുണ്ടായേക്കാം. കാരണം ഹൃദയങ്ങളുടെ കാര്യം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അല്ലേ? പക്ഷെ നമ്മളത് എങ്ങനെയാണോ നമ്മൾ ആ സ്നേഹം നമ്മളുടെ മക്കൾക്കിടയിൽ പ്രകടിപ്പിക്കുന്നത്, അവർക്ക് ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അവർക്ക് സമ്മാനം നൽകുക, അവരെ വിളിക്കുമ്പോൾ, അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ സമീപിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലൊക്കെ നമ്മൾ തുല്യത പാലിക്കുക തന്നെ ചെയ്യണം. ഹൃദയങ്ങളുടെ കാര്യം അത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല, അതിന് നമ്മൾ അള്ളാഹു ചോദ്യം ചെയ്യുകയുമില്ല. പക്ഷേ അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, ഒരിക്കലും ഒരു കുട്ടിക്ക് തോന്നരുത് എന്നോട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല, എൻ്റെ സഹോദരനോടാണ് അല്ലെങ്കിൽ സഹോദരിയോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് കൊടുക്കരുത്. കാരണം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിലൂടെ ശൈത്താൻ പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് കുടുംബങ്ങളിലുള്ളിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരാളാണ് ശൈത്താൻ അല്ലേ? അപ്പോൾ ശൈത്താൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഹൃദയങ്ങളിലും എല്ലാ രീതിയിലും നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകൾ എടുക്കുകയും അത്തരം രീതിയിൽ തന്നെ നമ്മൾ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മക്കളോട് സമീപിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നീതിപൂർവം ഇടപെടണം. 8ാമത്തെ പോയിന്റ്, ഗൂഢാലോചനകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും കള്ളങ്ങളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുക. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മറ്റു ചിലരിൽ നിന്ന് നമുക്ക് നമ്മളെപ്പറ്റി വ്യത്യസ്തങ്ങളായ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടും നമ്മളെപ്പറ്റി ഓരോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമൊക്കെ പല ആൾക്കാർ നമ്മളെ കബളിപ്പിക്കാനും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളും വാക്കുകളും ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ? അത്തരം അവസരങ്ങളിലൊക്കെ യാക്കൂബ് അലൈഹിസ്സലാം സ്വന്തം മക്കളിലാൽ തന്നെ കബളിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായപ്പോൾ പോലും യാക്കൂബ് അലൈഹിസ്സലാമിന് അതിൻ്റെ സത്യത, അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യത നബിയായിരിക്കെ തന്നെ മനസ്സിലാക്കിയെങ്കിലും യാക്കൂബ് അലൈഹിസ്സലാം അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
യാക്കൂബ് അലൈഹിസ്സലാമിനോട് യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി അവർ ചെന്ന് പറയുകയുണ്ടായല്ലേ, യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാതായി. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ട് ആ ഷർട്ടിൽ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ രക്തം പുരട്ടി അതൊരു തെളിവായി കൊണ്ടുവരികയും ആ ചോര കാണിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ ചെന്നായ കൊന്നു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെയുള്ള കെട്ടുകഥകളുമായിട്ട് യാക്കൂബ് അലൈഹിസ്സലാമിനെ കബളിപ്പിക്കുന്ന മക്കളുടെ അടുക്കൽ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ, നിങ്ങളീ പറയുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. തത്തുല്യമായ എന്ത് തന്നെ പ്രതിസന്ധികളുണ്ടായാലും, നമ്മൾ എങ്ങനത്തെ അവസ്ഥയിലും കബളിപ്പിക്കപ്പെട്ടാലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലും നമ്മളും യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു വാക്ക് മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. കാരണം എന്ത് തന്നെ ഉണ്ടായാലും നമ്മൾ അള്ളാഹുവിലാണ് ശരണം തേടുന്നത് അല്ലേ. ഈ പറയുന്ന ഷെറിൽ നിന്ന് എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷെറിൽ നിന്ന്, അവരുടെ ആ ഒരു കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണത്. 9ാമത്തെ പോയിൻ്റ്, അള്ളാഹുവിൻ്റെ പദ്ധതി എപ്പോഴും പൂർണ്ണവും ഉന്നതവുമാണ്. നമുക്ക് ഈ സൂറത്ത് പഠിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും, ഈ സഹോദരന്മാർക്ക് അസൂയ മൂത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, അപ്പോൾ ചിലപ്പോൾ വാപ്പാടെ അറ്റൻഷൻ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയേക്കും എന്നൊക്കെ മനസ്സുകൊണ്ട് ഓർക്കുകയും അതിനെപ്പറ്റി സംഭാഷണങ്ങൾ പറയുകയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവർ കുറേ കൂടി ആലോചിച്ച് ഒരുപാട് പ്ലാൻ പ്ലോട്ട് ചെയ്ത് ഓരോന്ന് ചെയ്ത് കുറേ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു യൂസുഫ് അലൈഹിസ്സലാമിനെ ഒഴിവാക്കാനും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ഒരു പ്രസൻസിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ. പക്ഷേ എത്ര തന്നെ മനുഷ്യൻ എത്ര തന്നെ കണക്ക് കൂട്ടിയാലും എന്തൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്താലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും പദ്ധതികളും തന്നെ പൂർത്തിയാക്കും അല്ലേ. അതിലാണ് പൂർണ്ണത, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല. അപ്പോൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെ സംഭവിക്കും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് എത്ര പ്ലാൻ ചെയ്ത് എന്തായാലും നടക്കുമെന്ന് വിചാരിച്ചാലും അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ലഭിക്കില്ല. ആരൊക്കെ തന്നെ നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞാലും എത്ര തന്നെ അനുകൂലമായിട്ട് നമുക്ക് തോന്നിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത്, എന്തിലേക്കാണോ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് അത് നടക്കില്ല ആ ഒരു പ്ലാൻ. പക്ഷേ ആരൊക്കെ നമുക്ക് തടഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ കെണികളുണ്ടായാലും ഇത് നടക്കില്ല, എന്തൊക്കെ ചെയ്താൽ ഇത് നടക്കാൻ പോണില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന അത്രയും ഒരു അവസ്ഥയാണെങ്കിൽ പോലും അള്ളാഹുവിന് കഴിവില്ലാത്തതൊന്നുമില്ല. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം അവിടെ നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ പദ്ധതിയിലുള്ള ആ ഒരു പൂർണ്ണ പദ്ധതിയിലുള്ള വിശ്വാസം അത് ഒരു മുഅ്മിന് വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും, ശക്തി നൽകും അത് മുന്നേറാൻ. ഇതൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ റബ്ബിനറിയാലോ, അള്ളാഹുവിൻ്റെ പ്ലാനിലില്ലാത്തതൊന്നും എനിക്കുണ്ടാവില്ല. അപ്പം നമ്മൾ അതിൻ്റെ രീതിയിൽ തഖ്വയോട് കൂടി തന്നെ സബർ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹു നമ്മളെ കാത്തുകൊള്ളുകയും അള്ളാഹുവിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം നൽകുകയും ചെയ്യും. സബർ അഥവാ സഹനം ഒരിക്കലും ഒരു നഷ്ടമല്ല. ക്ഷമിക്കുന്നവർക്ക് തന്നെയാണ് സന്തോഷവാർത്ത. ഫസബറുൻ ജമീൽ, മനോഹരമായ ക്ഷമ അല്ലേ. ഏറ്റവും മനോഹരമായി ക്ഷമിക്കുന്നവന്, ക്ഷമാലുക്കൾക്ക് തന്നെയാണ് ശുഭകരമായ പര്യവസാനമുള്ളത്. ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലേ. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവന് സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളും നമ്മൾ ക്ഷമിച്ചു എന്നുള്ളത് ഒരു കുറവല്ല, അല്ലെങ്കിൽ നമ്മുടെ ക്ഷമ ഒരിക്കലും ഒരു നഷ്ടമാവുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ എല്ലാത്തിനും റെക്കോർഡുണ്ട്. അള്ളാഹു കാണുന്നുണ്ട് നമ്മുടെ ക്ഷമയെ. അത് വേറെ ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ആ ക്ഷമിക്കുന്നവന് തന്നെയാണ് നല്ല പര്യവസാനം ഉള്ളത്. അള്ളാഹു അത് ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യമാണ് അല്ലേ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലും പെട്ടതാണ് സബർ ചെയ്യുന്നവർ. പിന്നെ മനോഹരമായി സബർ ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു നിഅമത്ത് കൂടിയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സബർ ചെയ്യാനുള്ള വളരെ മനോഹരമായി തന്നെ രീതിയിൽ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ സബർ കൈക്കൊള്ളാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും മൈൻഡ്ഫുള്ളി നമ്മൾ ഓരോ കാര്യത്തിലും അതുപോലെ പെരുമാറുകയും ചെയ്യാൻ ശ്രമിക്കണം. 11ാമത്തെ പോയിൻ്റ്, ദീൻ സംബന്ധിച്ച് അറിവാണ് ഏറ്റവും വലിയ ഉന്നതി. ഈ ലോകത്ത് വെച്ച് നമ്മൾ എത്ര വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും വലിയ ഉന്നതമായ ഒരു ഉയർച്ച അത് ദീനിലെ ഇൽമിലുള്ള ഉയർച്ചയാണ്. നമ്മൾ ആദ്യം ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ കഴിയും, അള്ളാഹു ഏതൊരുവന് ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ്, ദീനിലുള്ള അറിവ് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദീനിൽ ഉണ്ടാവുന്ന ആ ഒരു ബോധവും ഇൽമും പിന്നെ ഖുർആൻ്റെ പഠനം അല്ലെങ്കിൽ അങ്ങനത്തെ വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്ന് നൽകുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ അതിലൂടെ അള്ളാഹു നൂറ് കൊണ്ട് നിറയ്ക്കുകയും നമ്മുടെ സ്വഭാവത്തിനെ അതിലൂടെ മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നും അതിലുള്ള വിജയവും അതിലുള്ള പ്രോഗ്രസ്സും തന്നെയാണ് ഉന്നതമായ ഒരു ഉയർച്ച. 12ാമത്തെ പോയിൻ്റ്, അന്യപുരുഷനും അന്യ സ്ത്രീയും പരസ്പരം പരിധി പാലിക്കണം. അതിൽ വീഴ്ച വരുമ്പോൾ നാശം മാത്രമേ ഉണ്ടാകൂ. നമ്മൾ എത്രയൊക്കെ ഓമന പേരിട്ടാലും എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും അന്യപുരുഷനും അന്യ സ്ത്രീയും അവർ പരിധികൾ പാലിക്കേണ്ടത് തന്നെയാണ്. അന്യപുരുഷൻ്റെ മുമ്പിൽ സ്വീകരിക്കേണ്ടതായ എല്ലാം സ്ത്രീകളും സ്ത്രീകളുടെ വലികളും കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് വലിയ ഫിത്നയായിത്തീരും. അതിൽ യാതൊരു സംശയവുമില്ല. ധാർമ്മിക രംഗത്തും ലൈംഗിക രംഗത്തും നാം പുലർത്തേണ്ട വിശുദ്ധിയുടെ സംരക്ഷണവും ആ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതായ മര്യാദകളുമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിൽ കാണാവുന്നൊരു കാഴ്ചയാണ് ഈ കസിൻ ബ്രദേഴ്സ് അല്ലെങ്കിൽ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ അല്ലേ. നമ്മൾ മനസ്സിലാക്കണം, അവർക്കിടയിൽ നമ്മുടെ കസിൻ ബ്രദർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബ്രദറല്ല, അവർ നമ്മുടെ മെഹറമല്ല, അവർ നോൺ മെഹറം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്കിടയിൽ നമ്മൾ പാലിക്കേണ്ടതായ എല്ലാ പരിധികളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മിക്കപ്പോഴും ആ വക കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഓരോ ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടാകുമ്പോഴും എന്ത് കല്യാണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആൾക്കാരെല്ലാം ആകെ ഇടകലർന്ന് എല്ലാം കൂടിക്കലർന്ന് ഒരു പരിധികളും അതിർത്തികളും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് അല്ലേ. അത് വലിയൊരു ആപത്ത് ഫിത്നയും തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയേക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒരുപാട് ഷെറ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ എൻ്റെ ബ്രദറിനെ പോലെയാണ്, എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് എന്നെ നോക്കണേന്നൊക്കെ പറഞ്ഞാലും അതൊരിക്കലും അത് ശരിയല്ല. നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ റബ്ബ് പറയുന്ന കാര്യത്തേക്കാൾ വലുതാണോ നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ? അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിൽ ഒരിക്കലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ട്രൂ രീതിയിൽ ഒരു ഫ്രണ്ട്സ് ആകാൻ കഴിയില്ല. ഫ്രണ്ട്സ് ആവാൻ കഴിയും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫ്രണ്ട്സ് ആവണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അത്രയും വലിയൊരു സൗഹൃദം വേറെ ഒന്നുമില്ല. അത്രയും മനോഹരവും മാധുര്യവും ഏകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് വേറെ ഇല്ല. കാരണം അത്രയധികം ക്ലോസ് ആയിട്ടൊരു ബോണ്ടാണ് ഒരു ഭാര്യ ഭർത്താവ്. പക്ഷേ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത, നമ്മുടെ മാരേജിലല്ലാത്ത രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബൗണ്ടറീസ് എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം നമുക്ക് ഈർഷ്യ ഉണ്ടാക്കുന്നൊരു ടോപ്പിക്കാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ എന്ന് ഓർത്തിട്ട്. പക്ഷേ നമ്മുടെ അടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഇതെല്ലാം. നമ്മൾ ആ ഒരു പരിധികൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതിരിക്കുന്നു.
അതില്ലെങ്കിൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ നമുക്ക് തോന്നാത്ത ഫീലിംഗ് അയാൾക്ക് തോന്നിയേക്കാം. അയാളത് പറഞ്ഞില്ല എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഒരുപാട് നമ്മൾ കാരണം ഒരിക്കലും വേറൊരാൾക്കൊരു ഫിത്ന ആവരുത് എന്നുള്ളത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? കാരണം ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ മൂന്നാമത് ഷെയ്ത്താനാണെന്നുള്ള ഹദീസ് നമുക്കറിയാം. ഷെയ്ത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഷെയ്ത്താൻ ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല. പിശാച് നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുർമന്ത്രങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ പറയാൻ കഴിയും നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല, നമ്മളിൽ നിന്ന് വരില്ല എന്ന് തോന്നുന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ്, ഒരു തെറ്റിദ്ധാരണ. അള്ളാഹു തന്നൊരു സംരക്ഷണം കൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സിലോ കാര്യങ്ങളോ അകപ്പെട്ടു പോവാത്തത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ നഫ്സ് വളരെ വീക്കാണ്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ അത്തരം ഒരാളല്ല, എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം. അത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ്. റബ്ബ് തന്നൊരു സംരക്ഷണം അതിലുപരി ഒന്നും തന്നെ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ ഫഇന്ന അവ്വല ഫിത്ന ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ. നിങ്ങൾ ഈ ദുനിയാവിനെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിത്നയിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. ബനി ഇസ്രായേലുകാർക്ക് ഏറ്റവും വലിയ ഫിത്നയായിട്ട് വന്നത്, ആദ്യത്തെ ഫിത്ന സ്ത്രീകൾ കൊണ്ടായിരുന്നെന്ന് ഉള്ളൊരു ഹദീസാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സ്ത്രീകളാണല്ലേ. അപ്പം നമ്മൾ കാരണം, നമ്മുടെ വേഷം കാരണം, നമ്മുടെ ഡ്രസ്സിങ് കാരണം, നമ്മുടെ പെരുമാറ്റം കാരണം, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നമ്മുടെ ചിരി, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് യാതൊരു രീതിയിലും വേറൊരാൾക്ക് ഒരു ദുഷ്പ്രേരണ ഉണ്ടാവാതിരിക്കാൻ, അവർക്കൊരു ഫിത്നയായി തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിന് നമ്മൾ ഉത്തരവാദിയാവും. നമ്മൾ പറയുന്ന പോലെയല്ല. ദൃഷ്ടി താഴ്ത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കേണ്ടതും ഓരോരുത്തരുടെ കടമ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരിലും പെട്ട റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നാണ് നമ്മൾ മറ്റൊരാൾക്കൊരു ഷെറാവരുതെന്നല്ലേ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നതിൽപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ വരും ഇത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, നമ്മൾ മറക്കേണ്ട രീതിയിൽ മറച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ പെർഫ്യൂം ഒന്നും പൂശാതെ, മേക്കപ്പ് ഒന്നും ഇടാതെ, മുടിയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മറച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നിക്കാബൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു നിർബന്ധമായ ഒരു കാര്യം തന്നെ ആയി വരികയാണ്. കാരണം അത്രയധികം ഫിത്ന നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്, അല്ലേ? അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾക്ക് പറ്റുന്ന അത്രയ്ക്കും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും പെരുമാറണം. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനത്തെ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ വളരെ സോഫ്റ്റായിട്ടോ വളരെ അവർക്കൊരു ആകർഷണം തോന്നുന്ന രീതിയിൽ നല്ല ശബ്ദത്തിലോ അല്ലെങ്കിൽ ഒരു നല്ല സ്വരത്തിലോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടോ കളിച്ചുകൊണ്ടോ തമാശ പറഞ്ഞുകൊണ്ടോ അങ്ങനെ ഒന്നും രീതിയിൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ടു ദി പോയിൻ്റ് മാത്രം സംസാരിച്ച് അവിടെ അവസാനിക്കുക. അല്ലാതെ അവരോട് തമാശ പറഞ്ഞ് കോമഡി പറഞ്ഞ് നമ്മൾ ചിരിച്ച്, നമുക്കറിയില്ല നമ്മുടെ എന്ത് കാര്യങ്ങളിലാണ് അവർക്ക് ഫിത്നയാവുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ നമ്മളായിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ള കാര്യം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.